വൃദ്ധനായ ഒരു തെരുവ് കച്ചവടക്കാരൻ മുട്ട വിൽക്കുകയാണ്. മുട്ടയില്ലേ, മുട്ട. ഒരു സ്ത്രീ അയാളുടെ കച്ചവട വണ്ടിക്ക് അടുത്തേക്ക് വന്ന് ചോദിച്ചു, മുട്ടയ്ക്ക് എത്രയാണ് വില? ഒരു മുട്ടയ്ക്ക് 6 രൂപ മാഡം. വൃദ്ധൻ മറുപടി പറഞ്ഞു. സ്ത്രീ പറഞ്ഞു, ഞാൻ 10 മുട്ട 50 രൂപയ്ക്ക് എടുക്കാം, പറ്റുമോ? ശരി മാഡം, വൃദ്ധൻ പറഞ്ഞു. മുട്ട പൊതിയുന്നതിനിടെ അയാൾ ചില കാര്യങ്ങൾ വിശദീകരിച്ചു. മാഡം, ഞാൻ ഇന്ന് ഇതുവരെ ഒരു മുട്ട പോലും വിറ്റിട്ടില്ല. ഇത് ഇന്നത്തെ കന്നി കച്ചവടമാണ്. നഷ്ടമാണെങ്കിലും ജീവിക്കാൻ എനിക്കിത് അത്യാവശ്യമാണ്. വിലപേശി മുട്ടകൾ വാങ്ങി താൻ വിജയിച്ചുവെന്ന തോന്നലോടെ ആ സ്ത്രീ മടങ്ങി. അതേ ദിവസം വൈകുന്നേരം അവർ തന്റെ സുഹൃത്തിനോടൊപ്പം ഒരു ആഡംബര റെസ്റ്റോറന്റിൽ പോയി. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്തു. വളരെ കുറച്ചു മാത്രം കഴിച്ചു. ബാക്കി അവിടെ ഉപേക്ഷിച്ചു. ബില്ല് വന്നത് 2700 രൂപ. ആ സ്ത്രീ 3000 രൂപ കൊടുത്തു. ബാക്കി ടിപ്പായ ഹോട്ടലുടമയോട് എടുത്തുകൊള്ളാനും പറഞ്ഞു. ഈ കഥ നമ്മുടെ തന്നെ കഥയായി തോന്നുന്നുണ്ടോ ചിലപ്പോഴൊക്കെ? ഒരു നേരത്തെ അന്നത്തിനായി കച്ചവടം ചെയ്യുന്നവരോട് വില പേശരുത്. ബാലൻസ് ഷീറ്റിൽ ലാഭം കാണിക്കാനല്ല, അന്നത്തെ ഭക്ഷണത്തിനായി കച്ചവടം ചെയ്യുന്നവരാണ്. അവർ ഭിക്ഷയെടുക്കുകയല്ല, അഭിമാനത്തോടെ ഒരു ജോലി ചെയ്യുകയാണ്. വാങ്ങുന്നവർ അതിനു കൊടുക്കുന്ന വിലയാണ് പ്രധാനം. നമ്മൾ അവരുടെ ആത്മാഭിമാനത്തിന് വിലയിടരുത്. പ്രത്യേകിച്ച് തെരുവുകളിൽ മുട്ട വിൽക്കാൻ വരുന്നവർ, ചീരയുമായി നിൽക്കുന്നവർ, ചെറിയ ചെറിയ വെജിറ്റബിളുമായി കച്ചവടം നടത്തുന്നവർ, പ്രായമേറിയ അമ്മമാർ, ചില പ്രായമേറിയ നമ്മുടെ അച്ഛന്മാർ, ഇവരൊക്കെ കച്ചവടം ചെയ്യാൻ വേണ്ടി വരുമ്പോൾ അവരുടെ 1 രൂപയ്ക്കോ 2 രൂപയ്ക്കോ വില പേശി ഞാൻ വിജയിച്ചു എന്ന ഭാവത്തിൽ നിങ്ങൾ പോകരുത്. അത് അവരുടെ നിത്യജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ ജോലിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു ആദരവ് കൂടിയാവണം.